എൻ്റെ അപ്പയാണ്. അപ്പൻ എനിക്ക് ഈ വണ്ടി ഉണ്ടാക്കിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. പിന്നെ അപ്പൻ്റെ അടുത്ത് ഞാൻ കളറ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലൂ. ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സും ഫോർവേഡ് ആകും. ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ റിവേഴ്സ് ആകും, ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ വീണ്ടും ഫോർവേഡ് ആകും. ഈ വണ്ടി ഇത്രയും ചെറുതാകാൻ കാരണം കണ്ട വഴി ഇതാണ്. ഈ ഒരു വഴി കൂടിയാണ് ഈ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ, അതുകൊണ്ടാണ് വണ്ടി ഇത്രയും ചെറുതാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എൻ്റെ പേര് സെൻസ് ആൻ്റണി. ഇതാണ് എൻ്റെ മോള് സെറിൽ ഗ്രേസ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ലേഡി ഓഫ് വൈപ്പിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻറ്റീരിയർ ഡെക്കറേഷനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ടെയിൽ ലാമ്പ് വന്നിട്ട് ഓട്ടോറിക്ഷയുടെ ടെയിൽ ലാമ്പാണ് വെച്ചേക്കുന്നത്. ഫ്രണ്ടിലും അതേപോലെ തന്നെ ഓട്ടോൻ്റെ തന്നെ ഇൻഡിക്കേറ്ററും, പിന്നെ സാധാരണ ബൈക്കുകൾക്ക് വരുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് LED ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡ് മിററായിട്ട് വന്നേക്കുന്നത് ഓമിനിയുടെ സൈഡ് മിററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫാമിലി. ഇതെൻ്റെ അപ്പച്ചൻ ജോർജ് കുട്ടി, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ്, സൂപ്പർവൈസറിങ് ലൈസൻസ് ഉള്ളതാണ്. അതാണ് എൻ്റെ വൈഫ്, ടീച്ചറാണ്, EMGHS ഫോർട്ട് കൊച്ചി. PSC ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. LPSA റാങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്കോ ഫ്രണ്ട്ലിയാണ്. സാധാരണ നമുക്കറിയാം ഇപ്പോൾ എല്ലാ വണ്ടികളും ഇലക്ട്രിക്കലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ വണ്ടിയും അതേ രീതിയിൽ തന്നെയാണ് DC മോട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. 48 വാട്ട്സാണ്, 12 വാട്ട്സിൻ്റെ 4 ബാറ്ററി, 48 വാട്ട്സിൻ്റെ തന്നെയാണ് മോട്ടർ വരുന്നത്. വണ്ടി വന്നിട്ട് 4 വീലും ഷോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂട്ടറിൻ്റെ ഷോക്കുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 ഷോക്ക് വരുന്നുണ്ട്, ബാക്കിൽ 4 ഷോക്ക് വരുന്നുണ്ട്. കൂടാതെ വീലുകളെല്ലാം ആക്റ്റീവയുടെ വീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഷാഫ്റ്റാണ്, ആക്റ്റീവയുടെ തന്നെ ഷാഫ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മോട്ടറിൽ നിന്ന് ചെയിൻ വഴിയാണ് ഷാഫ്റ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഉണ്ടാക്കിയത് ഇവക്കൊരു ടോയ് കാർ ഉണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രിക് ടോയ് കാർ ഉണ്ടാക്കണം മേടിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ ടൈമിൽ എനിക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇവളുടെ സൈസിൽ പറ്റിയ ടോയ് കാറൊന്നും കിട്ടിയില്ല. എന്തുകൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൂടാന്ന് ചിന്തിച്ച് അങ്ങനെയാണ് ഈ ഒരു കാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പകുതി ഭാഗം ഷീറ്റാണ്, വാർക്ക ഷീറ്റ് കൊണ്ടാണ് പകുതി ഭാഗം ബോഡി ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേളിലേക്ക് ഈ വരുന്ന പോർഷനൊക്കെ ചെയ്തിരിക്കുന്നത് ഫൈബറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ബമ്പറും പോർഷനൊക്കെ ചെയ്തിരിക്കുന്നത് ഫൈബറാണ്. വെൽഡിങ്ങിന് മാത്രം നമ്മുടെ ഒരു സുഹൃത്ത്, അനിയൻ്റെ കൂട്ടുകാരനുണ്ട്, ബെൻസ് എന്ന് പറഞ്ഞൊരു പയ്യൻ. ആ പയ്യനാണ് വെൽഡിങ്ങിന് എന്നെ സഹായിച്ചത്. ഇതെൻ്റെ കൂട്ടുകാരാണ്. ഇയാളുടെ പേര് അനഘ ജ്യോതി. ഇത് A1, ഇത് ഉണ്ണി. വണ്ടിയൊക്കെ ഇഷ്ടമാണ്, എല്ലാ ദിവസമൊക്കെ വന്ന് കാണാറുണ്ട്. ഞങ്ങൾ സ്പീഡ് വന്നിട്ട് 25 കിലോമീറ്റർ താഴെ വരുന്നുള്ളു. സീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൽ അടിച്ചെടുത്തേക്കണാണ്. താഴെ ഫ്ലൈവുഡ് വെച്ചിട്ട് അതിൻ്റെ അപ്പോൾസ്റ്ററി ചെയ്തെടുത്തേക്കാണ്. ഇത് മുഴുവനും ഞാൻ തന്നെ ചെയ്താണ്. ഗ്ലാസ് നമ്മുടെ പോളി കാർബൺ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 mm പോളി കാർബൺ ഷീറ്റ് ബോൾട്ടിൽ സെറ്റ് ചെയ്തേക്കണാണ്. ഇത് വണ്ടിയുടെ കൺട്രോളിങ് സിസ്റ്റത്തെക്കുറിച്ച് പറയാം. ഇതാണ് ഇതിൻ്റെ കൺട്രോളിങ് സ്വിച്ച് വരുന്നത്, പവർ ഓൺ സ്വിച്ച്. ഇതിങ്ങനെ ഓൺ ചെയ്താൽ വണ്ടി ഓണായി. പിന്നെ കൂടാതെ ഇഗ്നേഷൻ വെച്ചിട്ടുണ്ട്. ഇഗ്നേഷൻ ഓണായിപ്പോൾ നിലവിൽ വണ്ടി ഓണാണ്. ഇനി ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മൂവ് ആകും. പിന്നെ ഇതിൻ്റെ അകത്ത് മേളിൽ വരുന്നത് ഇതൊരു ചാർജിങ് പോയിൻ്റാണ്, ബാറ്ററി ചാർജിങ് പോയിൻ്റാണ്. പിന്നെ വണ്ടിയുടെ അകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് ഇൻഡിക്കേറ്റർ സ്റ്റിയറിംഗ് ആണ്, അതിൻ്റെ തന്നെ ഹോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഹോൺ സിസ്റ്റം. പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും വരുന്നത് അപ്പുറത്താണ്. ഇത് പതിയെ പ്രസ്സാക്കിയ സ്ലോയിൽ പോകും, ഭയങ്കര മറ്റേ പ്രസ്സാക്കിയ ഭയങ്കര ഫാസ്റ്റിൽ അങ്ങോട്ട് പോകും. പിന്നെ ഇത് ബ്രേക്ക്. ഇതാണ് ഇതിൻ്റെ റിവേഴ്സിങ് സ്വിച്ച് വരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് റിവേഴ്സും ഫോർവേഡ് ആവും. ഇത് സിഗ്നൽ തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. അല്ലാതെ ഇതിൻ്റെ റിവേഴ്സിന് വേണ്ടി പ്രത്യേകിച്ച് ഗിയറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സ്വിച്ചിൽ തന്നെ നമ്മളുടെ ഈ വൈപ്പറിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യുന്ന സ്വിച്ച് ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് റിവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബോണറ്റായിട്ട്